ഗൈസ്, ഇതാണ് 25,000 രൂപയ്ക്ക് താഴെ ഇപ്പോൾ ലോഞ്ച് ചെയ്തിരിക്കുന്ന റിയൽമി P4 Pro. ഒരു തവണ പോലും ഞാൻ ഈ ഫോൺ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോയിട്ടില്ല എങ്കിലും ആദ്യമായിട്ടാണ് എനിക്ക് ഇങ്ങനൊരു എക്സ്പീരിയൻസ് വന്നത്. അതെന്താണ് എന്ന് ഞാൻ പറയാം. അതിന് മുന്നേ ഈ മഞ്ഞ പെട്ടിയിലാണ് ഫോൺ വന്നിരിക്കുന്നത്. ഇതിനകത്ത് ഫോണുണ്ട്, 80 വാട്ടിന്റെ ചാർജർ, കൂടെ കേബിൾ ഉണ്ട്, സിം ട്രേ ഉണ്ട്, കുറച്ച് ഡോക്യുമെന്റേഷൻസ് ഉണ്ട്. ഫോണിന്റെ ബാക്ക് സൈഡിലെ ക്യാമറ മൊഡ്യൂളിന്റെ ഡിസൈൻ കണ്ടിട്ട് എന്തെങ്കിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും ചുറ്റും മാറ്റ് ഫിനിഷിലുള്ള ഗോൾഡൻ ഫ്രെയിം, ബാക്കിൽ ഒരു വുഡൻ ഫിനിഷ് ആണ് കൊടുത്തിരിക്കുന്നത്. സ്ലിം ആയിട്ടുള്ള ഫോണാണ്. 7.69 മില്ലിമീറ്റർ മാത്രമാണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. 186 ഗ്രാമാണ് വെയിറ്റ്. ചെറിയ കയ്യിലെടുക്കുമ്പോൾ നല്ല ലൈറ്റ് വെയിറ്റ് ആയിട്ടുള്ള ഫോണായിട്ട് തന്നെയാണ് തോന്നുന്നത്. എന്തായാലും തീരെ വെയിറ്റ് ഇല്ല. ബട്ട് ഈ പ്രൈസിന് നിങ്ങൾക്ക് നത്തിങ് ഫോൺ 3A കിട്ടും. മോട്ടോ എഡ്ജ് 60 ഫ്യൂഷൻ ഇതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് കൊടുത്തിരിക്കുന്ന ചിപ്സെറ്റ് സ്നാപ്ഡ്രാഗൺ 7 Gen 4 ആണ്. അറൌണ്ട് 1 മില്യണിൽ കൂടുതൽ AnTuTu സ്കോർ തരാൻ കേപ്പബിൾ ആയിട്ടുള്ള ഒരു ചിപ്സെറ്റ് ആണ് ഇതിനകത്തുള്ളത്. AnTuTu റൺ ചെയ്യുന്ന സമയത്ത് കാര്യമായിട്ട് ഹീറ്റിംഗ് ഒന്നും ഞാൻ കണ്ടുമില്ല. പക്ഷേ ഈ ഫോണിന് അവർ ഹൈലൈറ്റ് ആയിട്ട് പറയുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചിപ്പ് കൂടാതെ ഐക്യു ഫോണുകളിലൊക്കെ കാണുന്ന പോലെ, വിവോ ഫോണുകളിലൊക്കെ കാണുന്ന പോലെ ഒരു എക്സ്ട്രാ ചിപ്പ് ഇതിനകത്ത് വെച്ചിട്ടുണ്ട്. അതിനെ ഇവർ ഹൈപ്പർ വിഷൻ AI ചിപ്പ് എന്ന് വിളിക്കുന്നു. BGMI ഞാൻ ഇതിനകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് കളിച്ചു നോക്കി. 120 FPS സ്മൂത്ത് എക്സ്ട്രീം പ്ലസിലാണ് കളിക്കാനായിട്ട് പറ്റുന്നത്. പക്ഷേ ഈ ഒരു ഹൈപ്പർ വിഷൻ AI ചിപ്പ് നമ്മൾ ഓണാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് അപ് ടു 144 FPS വരെ മാറ്റാനായിട്ട് പറ്റും. അതായത് ഈ ഒരു ചിപ്സെറ്റിന്റെ സഹായത്തോടു കൂടി AI ഉപയോഗിച്ച് എക്സ്ട്രാ ഫ്രെയിംസ് ആഡ് ചെയ്യുക, ക്ലാരിറ്റി കുറഞ്ഞ ഗെയിം പ്ലേയുടെ ക്ലാരിറ്റി കൂട്ടാൻ AI ഹൈപ്പർ ക്ലാരിറ്റി. ഇപ്പോൾ ഗെയിംസ് കളിക്കുന്ന സമയത്ത് ഡാർക്ക് ആയിട്ടുള്ള സ്ഥലമില്ല, ഷാഡോസും അതേപോലെ ഹൈലൈറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യാനായിട്ട് AI HDR എന്നിങ്ങനത്തെ പരിപാടികളൊക്കെ സൈഡിലുള്ള ഒരു ഗെയിം പാനൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് കാണാനായിട്ട് പറ്റും. സോ ഗെയിമിംഗ് വൈസ് എനിക്ക് യാതൊരു ഇഷ്യൂവും തോന്നിയിട്ടില്ല. ഗെയിം ചെയ്യുന്ന സമയത്താണെങ്കിലും ഹീറ്റിംഗ് ഇഷ്യൂ ഒന്നും വന്നില്ല. മുന്നിൽ നിങ്ങൾക്കൊരു 3D കർവ്ഡ് ആയിട്ടുള്ള AMOLED ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിന്റെ 1.5K റെസൊല്യൂഷനുള്ള ഡിസ്പ്ലേ. ഈവൻ നെറ്റ്ഫ്ലിക്സ് അതേപോലെ ജിയോ ഹോട്ട്സ്റ്റാർ പോലെയുള്ള ആപ്ലിക്കേഷനകത്തും ഈ AI ചിപ്പ് ഉള്ളത് കൊണ്ട് റെസൊല്യൂഷൻ കൂട്ടും, ഫ്രെയിം റേറ്റ് കൂട്ടും എന്നൊക്കെ പറയുന്നു. എന്തായാലും ഡയറക്റ്റ് സൺലൈറ്റിന്റെ അടിയിൽ വിസിബിലിറ്റിക്ക് പ്രശ്നമൊന്നും വരില്ല. 1800 നെറ്റ്സിന്റെ ഒരു ഹൈ ബ്രൈറ്റ്നസ് മോഡാണുള്ളത്. എന്തായാലും ഒരു 10 ബിറ്റ് ആയിട്ടുള്ള DCI P3 കളർ ഗാമറ്റുള്ള ഒരു പ്രൊഫഷണൽ കളർ മോണിറ്റർ ഇല്ലേ, അതുമായിട്ടൊക്കെ ആക്യുറസി മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരു ഡിസ്പ്ലേ ആണെന്ന് പറയുന്നു. അത്യാവശ്യം വൈബ്രന്റ് ആൻഡ് ഷാർപ്പ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഈവൻ 4600 ഹെർട്സിന്റെ PWM ഡിമ്മിംഗ് ഉണ്ട്. സോ ഐ സ്ട്രെയിൻ ഒന്നും വരില്ല. എന്നാലും ഈ സ്ലിം ഫോണിൽ 7000 mAh ബാറ്ററി അവർ കൊടുത്തിട്ടുണ്ട്. ഒരു ദിവസം മൊത്തം ചാർജ് സുഖമായിട്ട് നിൽക്കും. പെട്ടെന്ന് ചാർജ് ആവാൻ വേണ്ടി 80 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് ആണ്. ഒരു അരമണിക്കൂറൊക്കെ കുത്തിയിട്ട് കഴിഞ്ഞാൽ 50% ചാർജ് ആവും. ഈവൻ ഹീറ്റിംഗ് കുറയ്ക്കാൻ വേണ്ടി ഇതിനകത്ത് വേപ്പർ ചേമ്പർ കൂളിംഗ് പോലെയുള്ള സംവിധാനങ്ങളും ബൈപ്പാസ് ചാർജിംഗ് ഒക്കെ ഉണ്ട്. സോ ഈ ഫോണിന്റെ ഡിസ്പ്ലേ നൈസ് ആണ്, നല്ല പെർഫോമൻസ് ഉണ്ട്, സ്ലിം ആയിട്ടുള്ള ഫോൺ, വെയിറ്റ് കുറവാണ്, നല്ല ബാറ്ററി ബാക്കപ്പും ഉണ്ട്. പക്ഷേ ക്യാമറ സെക്ഷനിലേക്ക് വരുമ്പോഴാണ് ചെറിയൊരു പ്രശ്നം. 50 മെഗാ പിക്സലിന്റെ IMX890 സെൻസറാണ് ഇതിനകത്ത് വിത്ത് ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ. കൂടെ ഒരു 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറയും കൊടുത്തിട്ടുണ്ട്. 50 മെഗാ പിക്സൽ ഫോട്ടോസ് എടുക്കുമ്പോൾ ഫോട്ടോസ് കാണുമ്പോൾ ഡീസന്റ് ഒക്കെയാണ്. അത്യാവശ്യം നല്ല ബാക്ക്ഗ്രൗണ്ട് ബ്ലർ കിട്ടുന്നുണ്ട്. ബൊക്കെ ആണെങ്കിലും എഡ്ജ് ഡിറ്റക്ഷൻ ഒക്കെ ഓക്കെയാണ്. എന്നാൽ ഹൈലൈറ്റ്സും ഷാഡോസും മെയിൻറ്റെയിൻ ചെയ്യാൻ നല്ലപോലെ പാടുപെടുന്നുണ്ട്. ഡാർക്ക് ആയിട്ടുള്ള ഏരിയാസിൽ ഷാഡോസ് ക്രഷ് ആവുന്നുണ്ട്. സോ പല സ്ഥലങ്ങളിലും ഇരുട്ടുള്ള സ്ഥലത്തുള്ള ഡീറ്റെയിൽസ് ഒക്കെ കുറയുന്നുണ്ട്. സോ ഓവറോൾ ഫോട്ടോയുടെ ഔട്ട്പുട്ട്സ് എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് അടിപൊളിയാണ് എന്ന് പറയാനായിട്ട് പറ്റില്ല കമ്പയർഡ് ടു ഈ പ്രൈസിലുള്ള മറ്റ് ഫോണുകളെ വെച്ച് നോക്കുമ്പോൾ. എന്നാൽ ചില സമയത്ത് ഞാൻ ഫോട്ടോ എടുത്തപ്പോൾ ഫോട്ടോ കുറച്ച് ഫെയ്ഡഡ് ആയിട്ട് തോന്നി. എന്താണെന്ന് മനസ്സിലായില്ല. പക്ഷെ പിന്നെയാണ് മനസ്സിലായത് ഈ ക്യാമറ മൊഡ്യൂൾ ഉണ്ടല്ലോ, ഈ ക്യാമറ മൊഡ്യൂൾ പ്രൈമറി ക്യാമറയുടെ അടിയിൽ ചെറുതായിട്ട് ഒന്ന് ഫോഗിങ് അല്ലെങ്കിൽ എന്താ പറയുക, ഒരു മോയ്സ്ചർ കയറിയ പോലെ ഞാൻ ഇടയ്ക്ക് കണ്ടു. ഇത് ഫുൾ ടൈം ഉണ്ടാവുന്നല്ല, ഇടയ്ക്ക് ചെറിയൊരു മോയ്സ്ചർ പോലെ കാണും, ബട്ട് ഇടയ്ക്ക് അത് പോവും. എന്നാലും ഈ ഫോൺ ഒരു പ്രാവശ്യം പോലും ഞാൻ വെള്ളത്തിൽ നനയ്ക്കുകയോ വെള്ളത്തിൻ്റെ അടുത്ത് കൊണ്ടുപോവുകയോ ചെയ്തിട്ടില്ലെങ്കിലും ഇങ്ങനൊരു ഇഷ്യൂ ആദ്യമായിട്ടാണ് എനിക്ക് വരുന്നത്. അതുകൊണ്ട് പലപ്പോഴും ഞാൻ ഫോട്ടോ എടുക്കുന്നതിന് മുന്നേ ലെൻസ് നല്ലപോലെ തുടയ്ക്കും. ആ ഒരു ചൂട് കാരണം ആ ഒരു മോയ്സ്ചർ പോയി കഴിഞ്ഞ് പിന്നെ ഫോട്ടോ എടുക്കുമ്പോഴാണ് ക്ലാരിറ്റി അത്യാവശ്യം വരുന്നത്. അത് എൻ്റെ കയ്യിലുള്ള ഈ ഒരു യൂണിറ്റിൻ്റെ കുഴപ്പമാണോ എന്ന് അറിയില്ല. എന്നാലും വീഡിയോ ഡിപ്പാർട്ട്മെന്റ് വൈസ് നിങ്ങൾക്ക് 4K 60 FPS ബാക്ക് ക്യാമറയിൽ വീഡിയോ എടുക്കാം. ഈവൻ ദോ ഒപ്റ്റിക്കൽ ഇമേജ് സ്റ്റെബിലൈസേഷൻ ഉണ്ടെന്ന് പറയുന്നുണ്ടെങ്കിലും എനിക്ക് ആ 4K 60 FPS വീഡിയോ കണ്ടപ്പോൾ അത്രയ്ക്കൊരു സ്റ്റെബിലൈസേഷൻ തോന്നിയില്ല. ഇനി ഇലക്ട്രോണിക് സ്റ്റെബിലൈസേഷൻ കൂടെ ഓൺ ആക്കാനുള്ള മോഡ് ഉണ്ട്. അത് ഓൺ ആയി കഴിഞ്ഞാൽ 1080p 60 FPS വീഡിയോ എടുക്കാൻ പറ്റുന്നത്. പക്ഷേ ആ ഒരു ഫുട്ടേജ് വളരെയധികം സ്റ്റേബിൾ ആണ്. ഇനി 8 മെഗാ പിക്സലിന്റെ അൾട്രാ വൈഡ് ക്യാമറ ഉണ്ട്. പ്രൈമറിയുടെ പെർഫോമൻസിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ അതിനേക്കാളും കുറച്ചുകൂടി മോശമാണ് അൾട്രാ വൈഡ് പെർഫോമൻസ്. എന്നാലും മുന്നിലും നിങ്ങൾക്ക് 50 മെഗാ പിക്സലിന്റെ ക്യാമറയാണ്. 50 മെഗാ പിക്സലിന്റെ OV50D എന്ന് പറയുന്ന സെൻസറാണ് വരുന്നത്. സെൽഫി ഫോട്ടോസ് ഡീസന്റ് ആണ്, കുഴപ്പമൊന്നുമില്ല. ഈവൻ സെൽഫി വീഡിയോസിലും നിങ്ങൾക്ക് 4K 60 FPS ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും. ബട്ട് ഈ സെൽഫീസിൽ ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ക്ലാരിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ആ ഒരു പ്രോസസ്സിംഗ് ഉണ്ടല്ലോ, സ്കിൻ ടോൺസിൻ്റെ ഒക്കെ പ്രോസസ്സിംഗ് നോക്കുമ്പോൾ ലേശം വൈറ്റ് ബാലൻസ് കൂട്ടിയിടുക, ബ്രൈറ്റൻ ചെയ്യുക, കുറച്ച് വെളുപ്പിക്കുന്ന ടൈപ്പ് ഓഫ് വീഡിയോസ് ആണ് വരുന്നത്. എന്നാലും നിങ്ങൾക്ക് ഇതിനകത്ത് ബൊക്ക വീഡിയോസ് അല്ലെങ്കിൽ ബൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യാനായിട്ട് പറ്റും.
യെസ്, ബാക്ക് ക്യാമറയിലും ഇത്തരത്തിൽ ബൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യാം, ഫ്രണ്ട് ക്യാമറയിലും ബൊക്കെ വീഡിയോസ് ഷൂട്ട് ചെയ്യാം. പക്ഷേ ഇത് 1080p 30 FPS-ലാണെന്ന് ശ്രദ്ധിക്കണം. പക്ഷേ സോഫ്റ്റ്വെയർ വൈസ് എനിക്ക് ഇതിനകത്ത് ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ് എൻ്റെ AI എഡിറ്റ് ജീനി എന്ന് പറയുന്നത്. ഒന്നുമില്ല, ഒരു ഫോട്ടോ എടുത്തിട്ട് ആ ഒരു AI എഡിറ്റ് ജീനി ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മാറ്റമാണ് വരുത്തേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞാൽ മതി. പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇത് AI ഉപയോഗിച്ച് ജനറേറ്റ് ചെയ്ത് തരും നിങ്ങൾ പറയുന്ന കാര്യങ്ങൾ ആ ഒരു ഫോട്ടോയിൽ. ഇത് മാത്രമല്ല, നോർമൽ ആയിട്ടുള്ള AI എറേസർ, AI റിഫ്ലക്ഷൻ റിമൂവർ, AI അൺബ്ലർ പോലത്തെ ഫീച്ചേഴ്സും, ഒരു AI എഡിറ്റ് ലൂപ്പ് എന്ന് പറയുന്ന ഫീച്ചർ, എല്ലാ AI ഫീച്ചേഴ്സും കൂടെ ഒരുമിച്ചിട്ടേക്കുന്ന ആ സാധനം, പിന്നെ ഗൂഗിൾ ജെമിനി, സർക്കിൾ ടു സെർച്ച്, ഇതെല്ലാം നമുക്ക് കിട്ടും. 2 നാനോ സിം ആണ് ഇതിനകത്ത് ഇടാനായിട്ട് പറ്റുന്നത്. മൈക്രോ SD കാർഡിന്റെ സപ്പോർട്ട് ഇല്ല, NFC-യുടെ സപ്പോർട്ടും ഇല്ല. മുകളിലായിട്ട് നിങ്ങൾക്ക് IR ബ്ലാസ്റ്ററും കൊടുത്തിട്ടുണ്ട്. ഓൾസോ കർവ് ഡിസ്പ്ലേ ആണെങ്കിലും ഫോൺ മേടിക്കുമ്പോൾ തന്നെ ഓൾറെഡി ഒരു സ്ക്രീൻ പ്രൊട്ടക്ടർ ഒട്ടിച്ച് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് ഗുഡ്. എന്നാൽ ഈ ഫ്രണ്ടിലുള്ള ഗ്ലാസ് ഗൊറില്ല ഗ്ലാസ് 7i ആണ്. ഇനി 8GB ആൻഡ് 12GB LPDDR4X RAM വേരിയൻസിലാണ് വരുന്നത്. ഞാൻ 128, 256 ആൻഡ് 512GB സ്റ്റോറേജ് വേരിയൻസ് ഉണ്ട്. ടെസ്റ്റ് ചെയ്തപ്പോൾ UFS 3.1 ആണ് കാണിക്കുന്നത്. പക്ഷേ ഈ പ്രൈസ് പോയിന്റിൽ എനിക്ക് നല്ലപോലെ ഇംപ്രൂവ് ചെയ്താൽ കൊള്ളാം എന്ന് തോന്നിയ ഒരു ഏരിയയാണ് ഇതിന്റെ ഹാപ്റ്റിക് ഫീഡ്ബാക്ക് അല്ലെങ്കിൽ വൈബ്രേഷൻ. ഞാൻ ഒന്ന് ടൈപ്പ് ചെയ്ത് കാണിക്കാം. കാരണം ഈ ഒരു ടൈപ്പ് ഓഫ് വൈബ്രേഷൻ ആണ് നിങ്ങൾക്ക് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്നാലും ഡ്യുവൽ സ്റ്റീരിയോ സ്പീക്കേഴ്സ് ലഭിക്കുന്നുണ്ട്. അത്യാവശ്യം ലൗഡ് ആയിട്ടുള്ള സൗണ്ട് തന്നെയാണ് വരുന്നത്. സ്പീക്കർ പെർഫോമൻസ് ഇസ് ഗുഡ്. ഇനി ഈ ഫോൺ ഓടുന്നത് Realme UI 6-ലാണ്. ബട്ട് ടെക്നിക്കലി ബാക്കിൽ ഓടുന്നത് ColorOS 15 തന്നെയാണ്. അതുകൊണ്ട് ColorOS-ൻ്റെതായിട്ടുള്ള പല സ്വഭാവ ഭാവങ്ങളും ഇതിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും. ആൻഡ് യെസ്, ഇൻബിൽഡ് ആയിട്ട് തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻസ് വരുന്നുണ്ട്. ആപ്പ് മാർക്കറ്റും അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് ഒക്കെ ഒട്ടനവധി വരുന്നുണ്ട്. ബട്ട് അഗെയിൻ കമ്പയർഡ് ടു പ്രീവിയസ് പണ്ടത്തെക്കാളും എത്രയോ കുറവാണ് ഇപ്പോൾ കൊടുക്കുന്ന ഹാഡ്സ് ആൻഡ് ബ്ലോട്ട് വെയേഴ്സ്. ആൻഡ് അത് നമുക്ക് അൺഇൻസ്റ്റാൾ ചെയ്ത് കളയാനായിട്ടും പറ്റും ഒട്ടുമിക്കതും. 9 5G ബാൻഡുകളാണ് ഇതിനകത്തുള്ളത്. VONR സപ്പോർട്ടും കൊടുക്കുന്നുണ്ട്. ഓഫേഴ്സ് ഇല്ലാതെ ഇതിന്റെ പ്രൈസ് വരുന്നത് 8GB RAM ആൻഡ് 120GB സ്റ്റോറേജിന് 24,999, 8GB RAM 256 26,999, 12GB 256 28,999 ആണ്. സോ ഇഫ് യു ആസ്ക് മീ, ഈ ഒരു പ്രൈസ് പോയിന്റിൽ നിങ്ങൾക്ക് ഗെയിം കളിക്കാൻ വേണ്ടി അല്ലെങ്കിൽ പെർഫോമൻസ് പ്രാധാന്യമുള്ള നല്ല ഡിസ്പ്ലേ ഉള്ള ബാറ്ററി ബാക്കപ്പ് നിൽക്കുന്ന ഒരു ഫോൺ, എന്നാൽ ക്യാമറ നിങ്ങൾക്ക് അത്ര ഒരു മുൻഗണനയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഫോൺ ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ ഇത്രയുള്ള ഈ ഒരു വീഡിയോ. അടുത്ത വീഡിയോ കാണാം. ബൈ.